Welcome my dear students to our next class of Financial Markets and Institutions. Okay. അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് അഥവാ ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ബിഫോർ സ്റ്റാർട്ടിങ് ടുഡേയ്സ് ക്ലാസ് ലെറ്റ്സ് റിവൈൻഡ് what we have discussed in the last class. And in the last class that we have discussed about financial derivatives and its meaning and its features and different types of financial derivatives. And in different types of financial derivatives, we have discussed about the currency derivatives, interest rate derivatives, stock indices derivatives, and credit derivatives. And there are also other types of derivatives, which are warrants, leaps, baskets, convertible. Okay. And we have also discussed a topic, that is what is the difference between a commodity derivative and a financial derivative. ഞാൻ നിങ്ങൾക്കൊരു സ്ലൈഡ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു ഹാവ് റിട്ടൺ ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്കിൽ നിങ്ങളത് എഴുതി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പം അത് ആ രീതിയിൽ ദാറ്റ് ഈസ് എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് എല്ലാ ഭാഗങ്ങളും. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് അല്ല. പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ എന്താണ് ഫോർവേഡ്, എന്താണ് ഫ്യൂച്ചർ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അത് വി വിൽ ഗെറ്റ് കൺഫ്യൂസ്ഡ്. അപ്പോൾ അത് വേണ്ട, നമുക്കൊരു ചെറിയ മൊഡ്യൂൾ ശരിക്കും ഇതൊരു സബ്ജക്റ്റായിട്ട് പഠിക്കുന്നതാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വൺ ഓഫ് ദി മൊഡ്യൂളായിട്ടാണ് നമുക്ക് എന്ത് തന്നു പോന്നിരിക്കുന്നത്, ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഒന്നിന് ഭയങ്കര ഡീറ്റെയിൽസ് 15 hours അല്ലേ, നമ്മൾ അതൊക്കെ തുടക്കത്തിൽ പറഞ്ഞതാണ്. ആൻഡ് ടുഡേ ദാറ്റ് വി ഹാവ് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സ്, അഥവാ നമുക്ക് പറയാം നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സുകൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലൈഡുകളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അത് നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കണം. കാരണം ഞാനത് സ്ലൈഡ് ഇട്ടിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ കേട്ട് നമുക്ക് അങ്ങനെ ഒരു എബിലിറ്റി വേണമല്ലോ, നമുക്ക് ക്ലാസ് കേൾക്കുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയാൻ നമ്മൾ തുടക്കത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ് റിസ്ക് അല്ലേ, റിസ്ക് ഹെഡ്ജിങ് ഓഫ് റിസ്ക്. അതാണ് ഡെറിവേറ്റീവ്സിൻ്റെ വലിയൊരു സംഭവം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു ചില റിസ്ക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ചില റിസ്ക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത റിസ്ക്കുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല, എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, they could be managed. നമുക്കത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നിട്ട് പറയണത് ബിസിനസ്സിൽ മെയിനായിട്ട് ഇതൊക്കെ നിങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതേണ്ടതാണ് കേട്ടോ. ഞാൻ മെയിനായിട്ടുള്ള പോയിൻറ്റ്സുകൾ മാത്രമാണ് സ്ലൈഡ് കാണിക്കുന്നുള്ളൂ. മെയിനായിട്ട് 3 types ഓഫ് റിസ്ക്കാണ് ഒരു ബിസിനസ്സിൽ ഉണ്ടാകുക. ആദ്യം മനസ്സിലാക്കി വയ്ക്കുക, 3 തരത്തിലുള്ള റിസ്ക്കാണ് ഒരു ബിസിനസ്സിൽ ഉണ്ടാകുക. അതിൽ ഫസ്റ്റാണ് ദാറ്റ് ഈസ് പ്രൈസ് റിസ്ക്, സെക്കൻഡ് ഈസ് എക്സ്ചേഞ്ച് റിസ്ക്, ആൻഡ് തേർഡ് ഈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. ഈ 3 റിസ്ക്കാണ് സാധാരണ നിലയിൽ എന്തുണ്ടായിരിക്കുക, ദാറ്റിനെ ബിസിനസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഈ പറയുന്ന ഈ 3 റിസ്ക്കുകളെ ഈ 3 റിസ്ക്കുകളെ മാനേജ് ചെയ്യാനായിട്ടാണ് മനസ്സിലാക്കുക ഡെറിവേറ്റീവ്സ് വന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്, പ്രൈസ് റിസ്ക്, എക്സ്ചേഞ്ച് റിസ്ക്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അപ്പോൾ അതാദ്യം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ എഴുതുമ്പോൾ എഴുതാവുന്ന കാര്യങ്ങളാണ്. ഈ റിസ്ക്കുകളെ മാനേജ് ചെയ്യാനായിട്ട് ആണ് ഡെറിവേറ്റീവ്സ് വന്നിട്ടുള്ളത്. That is, derivatives have arisen from the need to manage the risk arising from movements in markets ബിയോണ്ട് അവർ കൺട്രോൾ. നമ്മുടെ കൺട്രോളിലാണെങ്കിൽ നമുക്ക് ആ റിസ്ക് കളയാം അല്ലേ. അപ്പോൾ കൺട്രോളിലല്ലാതെ ഈ പറയുന്ന ഈ റിസ്ക്കുകളെ മാനേജ് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു നീഡ് എന്നാണ് എന്ത് വന്നത്, ഡെറിവേറ്റീവ്സ് എന്നുള്ളത് എന്ത് ചെയ്ത് അറൈസൺ അത് ഉണ്ടായത് എന്നാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ബിയോണ്ട് അവർ കൺട്രോളിൽ പറയണത് ദാറ്റ് ഈസ് കമോഡിറ്റീസ്, സെക്യൂരിറ്റീസ്, ഫോറിൻ എക്സ്ചേഞ്ച്, ഇങ്ങനെയുള്ളതൊന്നും ചിലപ്പോൾ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ, ബിയോണ്ട് അവർ കൺട്രോളിലായിരിക്കും. ഇത് ഇങ്ങനെയുള്ള റിസ്ക്കുകൾ സാധാരണ ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ എഫക്റ്റ് ദ റവന്യൂസ് ആൻഡ് കോസ്റ്റ് ഓഫ് ഫേംസ്. ഫേമിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇൻകം, ഫേമിൻ്റെ ഇൻകത്തെയും അതേപോലെ ഫേമിൻ്റെ കോസ്റ്റിനെയും ചെലവിനെയും അത് ബാധിക്കും. അത് അഡ്വേഴ്സ്ലി ഫേമിനെ എഫക്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ അതുകൊണ്ട് എന്ത് വേണം, അങ്ങനെ അതായത് അതിൻ്റെ കോസ്റ്റിനെയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ റവന്യൂനെയും അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വുഡ് എഫക്റ്റ് ദി വയബിലിറ്റി ഓഫ് ദ ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും. വയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗണ്ട്നെസ് പോകും, ഫിനാൻഷ്യൽ സൗണ്ട് ആവാൻ സാധിക്കില്ല. അപ്പോൾ അത് ദാറ്റ് ഈസ് ഇൻ ടേൺ വിൽ എഫക്റ്റ് ദി വയബിലിറ്റി ഓഫ് ദ ഫേം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ്സ് ആർ ദെർഫോർ യൂസ്ഡ് ടു പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് കീ ബിസിനസ് റിസ്ക്. അപ്പോൾ കീ ബിസിനസ് റിസ്കുകൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ് കീ ബിസിനസ് റിസ്കുകൾ? ഒന്ന് പ്രൈസ് റിസ്ക്, എക്സ്ചേഞ്ച് റിസ്ക് ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്. അതിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ബിയോണ്ട് അവർ കൺട്രോൾ, അതിനെ ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഡെറിവേറ്റീവ്സ് വന്നിട്ടുള്ളത്. അതായത് പ്രത്യേകിച്ച് എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ഇഫക്റ്റീവ് ടൂൾ. അപ്പോൾ ഇതൊക്കെ ലെക്ചർ നോട്ടിലേക്ക് ഇങ്ങനെ പോകണട്ടോ. ഞാൻ കഴിയുന്നതും എൻ്റെ ഏറ്റവും സ്ലോ ഇതിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ കുറച്ച് സ്പീഡിൽ എൻ്റെ ഒരു ടോൺ വരുന്ന വ്യക്തിയാണ്, എന്നാലും സ്ലോയിലാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഏറ്റവും ഇഫക്റ്റീവ് ടൂളാണ് ടു മാനേജ് ദി എക്സ്പോഷർ ടു ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്സ് ആൻഡ് കമോഡിറ്റി പ്രൈസസ്. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന റിസ്കുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു നല്ല ഇഫക്റ്റീവായിട്ടുള്ള ടൂളാണ് ഏത്? ദാറ്റ് ഈസ് ഡെറിവേറ്റീവ്സ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ അതായത് ഈ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അതായത് ഇങ്ങനെയുള്ള ഈ പറഞ്ഞ നമ്മൾ ഈ മെയിനായിട്ടുള്ള റിസ്കുകളുണ്ടല്ലോ, ഈ റിസ്കിൽ നിന്ന് ഫേം ഒന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ബോദറേഷൻസ് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ബോദറേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ, അതേക്കുറിച്ചുള്ള ചിന്തകൾ. അതിൽ നിന്ന് ഫേം മാറിയാൽ തന്നെ ഫേമിന് നന്നായി എന്ത് ചെയ്യാൻ പറ്റും? പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ റിസ്കുകൾ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ അവരുടെ ടൈം കൂടുതൽ അതിനുവേണ്ടി ഡിവോട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ മൊത്തം ഫേമിൻ്റെ പെർഫോമൻസിന് അത് ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള റിസ്കുകളെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് വഴികളുണ്ടെന്നുണ്ടെങ്കിൽ മാനേജേഴ്സിന് ദേ ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓൺ അതർ തിങ്സിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതുകൊണ്ട് എന്തുണ്ടാവും? ഫേമിൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട് സാധിക്കും. അതാണ് ദേ ക്യാൻ ഇംപ്രൂവ് ദ ക്വാളിറ്റി. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനത്തെ റിസ്കുകളെ കുറിച്ചുള്ള ചിന്ത മാനേജേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കുറഞ്ഞാൽ ദേ ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ ദി ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്ട്സിനെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ എങ്ങനെ പ്രോഫിറ്റബിലിറ്റി കൂട്ടാം? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുമ്പോൾ തന്നെ എന്ത് കൂടും? പ്രോഫിറ്റബിലിറ്റി കൂടും. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി കൂട്ടാം. ആൻഡ് പ്രോഫിറ്റബിലിറ്റി കൂടി നമുക്കറിയാം അല്ലേ, ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ഇറ്റ് റിസൾട്ട് ഇൻ ദി ഇക്കണോമിക് ഗ്രോത്തിലേക്ക് പോകും അല്ലേ. ഒരു രാജ്യത്തിൻ്റെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകളാണ്. അപ്പോൾ അത് ഇക്കണോമിക് ഗ്രോത്തിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഈ പറയുന്ന റിസ്കുകൾ മാനേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കും. അതുകൊണ്ട് തന്നെയാണ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഈ റിസ്കുകളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഇൻസ്ട്രുമെൻസുകളാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിച്ച് പറയണത്, നിങ്ങൾക്കിതൊരു ന്യൂ ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് തരികയാണ്. ആൻഡ് ദാറ്റ് ഈസ് ഡെറിവേറ്റീവ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ റിസ്ക് മാനേജ്മെൻറ്റ്. ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ മിനിമൈസിങ് റിസ്ക്. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് വായിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മിനിമൈസിങ് റിസ്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഫോർ റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നോട്ട്സ് ഇങ്ങനെ അപ്പോൾ അതൊക്കെ എഴുതി പോകാം കേട്ടോ. നമ്മൾ പറഞ്ഞു ഹെഡ്ജിങ്ങിന് യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ട് റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ നോക്കിയാൽ അതൊന്നും കൂടി ചീപ്പറാണ്, പിന്നെ ഒന്നും കൂടി കൺവീനിയൻ്റ് ആണ്. അതൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ പ്രത്യേകതകൾ പറയണത്. മാത്രമല്ല അതായത് ഈ ഡെറിവേറ്റീവ്സ് ഹെഡ്ജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ഡെലിവറി ഓഫ് ദി അണ്ടർലൈങ് അസറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ എസെൻഷ്യൽ ഫോർ സെറ്റിൽമെൻറ്റ് പർപ്പസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ദാറ്റ് ഈസ് ആക്ച്വൽ ഡെലിവറി നടക്കണം എന്നില്ല നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ആക്ച്വൽ ഡെലിവറി നടക്കേണ്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡെറിവേറ്റീവ്സ് വെച്ചുകൊണ്ട് ഹെഡ്ജിങ്, അതായത് റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണത് ഒന്നും കൂടി ഇഫക്റ്റീവ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ടു സ്പെക്കുലേറ്റ് ഓൺ ദി മൂവ്മെൻറ്റ് ഓഫ് കമോഡിറ്റി or security prices, interest rates or the level of financial indices. എന്താണ് സ്പെക്കുലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്പെക്കുലേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്പെക്കുലേഷൻ, അതായത് സ്പെക്കുലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻകം ഉണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ പറയില്ലേ, ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തും, പക്ഷെ ചിലപ്പോൾ അത്രയും ഇത് ആകെ താറുമാറാകുന്ന അവസ്ഥയിലേക്ക് വേണമെങ്കിൽ വരെ ഈ സ്പെക്കുലേഷൻ ബിസിനസ് കൊണ്ടെത്താം. അപ്പോൾ ഇങ്ങനെയുള്ള സ്പെക്കുലേഷൻ, അപ്പോൾ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്സ് അഥവാ പ്രോപ്പർട്ടി എന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, എക്സെട്ര ഇൻ ദ ഹോപ്പ് ഓഫ് ഗെയിൻ ബട്ട് വിത്ത് ദ റിസ്ക് ഓഫ് ലോസ്. പക്ഷേ അവിടെ എന്തുണ്ട്, നമുക്ക് നല്ല ലാഭം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് ലാഭം കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷെ അവിടെ എന്തുണ്ട്, ദർ ഇസ് എ ചാൻസ് ഓഫ് ലോസ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നഷ്ടമുണ്ടാകാനുള്ള സാധ്യത. അപ്പം നമ്മൾ പറയില്ലേ, അതായത് ഒരുപാട് ലാഭം മോഹിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്പെക്കുലേഷൻ നടത്താം. ചിലപ്പോൾ എന്ത് കിട്ടും, ലോസ് ഉണ്ടാവണമെന്നില്ല, ലാഭം കിട്ടാം, പക്ഷേ ദർ ഇസ് ഓൾസോ എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ലോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്പെക്കുലേഷന് വേണ്ടിയിട്ട് ഈ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യും.
പിന്നത്തെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഡെറിവേറ്റീവ്സും ആർ സിമ്പിൾ ടു ഓപ്പറേറ്റ്. വളരെ സിമ്പിളാണ്, നമ്മളത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, വളരെ സിമ്പിളാണ്. എല്ലാ ഡെറിവേറ്റീവ്സും എന്താണ്, ദേ ക്യാൻ ബി അതായത് സിമ്പിളാണെന്നുള്ള പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ദേ ക്യാൻ ബി കോൺട്രാക്റ്റഡ് ഈസിലി നമുക്കതിൻ്റെ ആ ഒരു ഇതിലേക്ക് നമുക്ക് കയറാം, ആ ഒരു സ്റ്റെപ്പിലേക്ക് കയറാം. പിന്നെ ഹൈ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സിമ്പിളാണ്, കോൺട്രാക്റ്റഡ് ഈസിലി എന്നുള്ളത് പറഞ്ഞു. ഹൈ ലിക്വിഡിറ്റി, പെട്ടെന്ന് നമുക്ക് ക്യാഷാക്കി മാറ്റാം, അതിനാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു അൺസർട്ടേൺ വേൾഡിൽ ഡെറിവേറ്റീവ്സ് ആർ ഇൻക്രീസിംഗ്ലി ബീയിങ് യൂസ്ഡ് ടു പ്രൊട്ടക്ട് ദി അസറ്റ്സ് ഫ്രം ഡ്രാസ്റ്റിക് ഫ്ലക്ച്വേഷൻസ്. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ്സ് ഇന്നത്തെ കാലത്തല്ലേ ഭയങ്കരമായ ഫ്ലക്ച്വേഷൻസ് ആണ്. ഡ്രാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വളരെ ഡ്രാസ്റ്റിക് മൂവ്മെൻറ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ വിചാരിച്ചിരിക്കാത്ത തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ഫ്ലക്ച്വേഷൻസിൽ നിന്ന് അസറ്റ്സുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഡെറിവേറ്റീവ്സ് ഇന്നത്തെ കാലത്ത്, അതായത് ഈ ഒരു മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു അൺസർട്ടൺ വേൾഡിൽ ഡെറിവേറ്റീവ്സ് നന്നായി തന്നെ യൂസ് ചെയ്ത് പോരുന്നുണ്ട്. കണ്ടോ, അതിൽ നിന്നാണ് നമ്മൾ യൂസസിലേക്ക് നമ്മൾ കയറുന്നത്. അതേ ഒപ്പം തന്നെ ദേ ആർ ബീങ് റീ എഞ്ചിനീയേർഡ് ടു കവർ ഓൾ കൈൻഡ്സ് ഓഫ് റിസ്ക്. വേണമെങ്കിൽ നമുക്കതിനൊന്ന് റീ എഞ്ചിനീയേർഡ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളതിനെ വീണ്ടും എഞ്ചിനീയർ കൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാം. എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അതല്ല, അല്ലെങ്കിൽ റീ എഞ്ചിനീയർ. അപ്പോൾ നമുക്ക് വീണ്ടും അതുപോലെ ചില അഴിച്ചുപണികൾ നടത്താം. എന്താണ്, ഒരുവിധം എല്ലാ റിസ്ക്കുകളെയും കവർ ചെയ്യുന്ന രീതിയിൽ അതിന് വേണമെങ്കിൽ അഴിച്ചുപണികൾ റീ എഞ്ചിനീയറിംഗ് നടത്താനും എന്തിനെ കൊണ്ട് സാധിക്കും, ഡെറിവേറ്റീവ്സിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ദാറ്റ് ഈസ് ഡെറിവേറ്റീവ്സിൻ്റെ ഒരു യൂസസിൻ്റെ ഇൻട്രഡക്ഷൻ. ഇതിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും കേട്ടോ. അപ്പോൾ ലെക്ചർ നോട്ട് എഴുതിയതിൽ നിന്ന് നിങ്ങൾക്കൊരു 4-5 പോയിൻറ്റുകൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൻ്റെ വർക്ക് തരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻട്രഡക്ഷനിൽ നിന്ന് യു ഹാവ് ടു മേക്ക് എ നോട്ട് എന്നുള്ളതാണ് കേട്ടോ. ഇൻട്രഡക്ഷനിൽ നിന്ന് നിങ്ങളൊരു നോട്ട് തയ്യാറാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ സ്ലൈഡ്സോ ഒന്നും കാണിച്ചിട്ടില്ല. ഇനി ഞാൻ പോയിൻറ്റ്സുകളാണ് പറയുന്നത്. ദ യൂസസ്, അപ്പോൾ നമ്മൾ സ്ലൈഡിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, ദ യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സ് മേ ബി ബ്രീഫ്ലി ഔട്ട്ലൈൻഡ് ആസ് ബിലോ. അപ്പോൾ നമ്മൾ ആ സ്ലൈഡിലൊരു പിക്ചർ കണ്ടോ, ഒരു 2-3 ആളുകൾ ഒരു കൊടയുടെ കീഴിൽ. അപ്പോൾ അത് അത്രയും അവർ പ്രൊട്ടക്റ്റഡ് ആണ് കേട്ടോ. ഡെറിവേറ്റീവ്സ് ഗീവ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ബിസിനസ് റിസ്ക് എന്നുള്ളത് അതിൻ്റെ താഴെ നമുക്ക് കാണാനായിട്ടും സാധിക്കും. ബിസിനസ് റിസ്ക് എന്ന് ഞാൻ പറ്റുമെങ്കിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാം. ബിസിനസ് റിസ്ക് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ കുടയിൽ നമ്മുടെ അപകടങ്ങളെല്ലാം ഇപ്പോൾ മഴ പെയ്യുമ്പോൾ നമ്മളെന്തിനാ കുട പിടിക്കരുത്, നനയാതിരിക്കാൻ അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ വരുന്ന റിസ്ക്കുകൾ അപ്പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ അതാണ് ഡെറിവേറ്റീവ്സ്. ആ ഒരു പിക്ചർ വളരെ നല്ലൊരു സംഭവമാണ്. ഇനി നമുക്ക് ഓരോ പോയിൻറ്റ്സുകളായിട്ട് നോക്കാം. ഡെറിവേറ്റീവിൻ്റെ വൺ ഓഫ് ദി യൂസ് അഥവാ നീഡ് അഥവാ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റിസ്ക് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. And we know that risks are common and inherent in the financial market and commodity markets. Okay, derivatives help to control, avoid, shift and manage. 4 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നിയന്ത്രിക്കാൻ, ഇല്ലാതാക്കാൻ, മാറ്റാൻ, പിന്നെ കൃത്യമായിട്ടത് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്, പല തരത്തിലുള്ള റിസ്ക്കുകൾ കൃത്യമായിട്ട് നിയന്ത്രിക്കാനും അത് ഇല്ലാതാക്കാനും അല്ലെങ്കിൽ നമ്മളിന്നത് മാറി വേറെ ഇതിൽ ഷിഫ്റ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഡൺ ത്രൂ വേരിയസ് സ്ട്രാറ്റജീസ് ലൈക്ക് ഹെഡ്ജിങ്, ആർബിട്രേറ്റിംഗ്, സ്പ്രെഡിങ് എക്സെട്ര. ഇതിന് വേണ്ടിയിട്ട് പല തന്ത്രങ്ങൾ ഡെറിവേറ്റീവ്സിലുണ്ടെന്നാണ് പറയുന്നത്. അതിലൊന്ന് ഹെഡ്ജിങ്. നമ്മൾ പറഞ്ഞതാണ് ഹെഡ്ജിങ് എന്താണെന്നുള്ളത്, പ്രാക്ടീസ് ഓഫ് റിഡ്യൂസിങ് ഓർ ഫുള്ളി എലിമിനേറ്റിംഗ് ദ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഹോൾഡിങ് എ വൊളറ്റൈൽ അസറ്റ്സ് എന്നാണ് ഹെഡ്ജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനത് മുമ്പ് ഹെഡ്ജിങ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കാണെങ്കിൽ നോട്ടായിട്ട് ഇപ്പോൾ ഒന്ന് എഴുതിയെടുക്കാം. ഹെഡ്ജിങ് മീൻസ് പ്രാക്ടീസിങ് ഓഫ് റിഡ്യൂസിങ് ഓർ ഫുള്ളി എലിമിനേറ്റിംഗ് the risk associated with holding of a volatile asset. വൊളറ്റൈൽ എന്നാണ്, VOLATILE. വൊളറ്റൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് എന്നുള്ള. ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം കേട്ടോ. നോട്ട് ഹെഡ്ജിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാനായിട്ട്. ഒരു വോളറ്റൈൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് അസറ്റ്. അപ്പോൾ ആ ചേഞ്ചിങ് അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക്കുകളെ കുറയ്ക്കാനോ അല്ലെങ്കിൽ മുഴുവനോട് ഇല്ലാതാക്കുന്നൊരു പ്രാക്ടീസാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, പിന്നെ ആർബിട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നെഗോഷിയേറ്റിംഗ് എന്നുള്ള മീനിങ് ആണ്. നെഗോഷിയേറ്റ് ചെയ്തെത്താന്ന് നമ്മൾ പറഞ്ഞ് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുക, അതിനാണ് നെഗോഷിയേറ്റിംഗ്. അപ്പോൾ അങ്ങനെയുള്ള ചില സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഈ റിസ്കിനെ കൺട്രോൾ ചെയ്യണതും മാനേജ് ചെയ്യണതും ഷിഫ്റ്റ് ചെയ്യണതും അവോയ്ഡ് ചെയ്യണതും അല്ലേ. അപ്പോൾ വൺ ഓഫ് ദി യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റ്.
ആൻഡ് ദി സെക്കൻഡ് എന്താണ് പറയണത്, ഇൻകം ജനറേഷൻ. നമ്മൾ പറഞ്ഞിരുന്നു റവന്യൂസ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ദ മോസ്റ്റ് കോമൺ യൂസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഈസ് ടു ജനറേറ്റ് മാക്സിമം ഇൻകം ഫ്രം ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തോ അല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്തതിൽ നിന്നോ നമുക്ക് മാക്സിമം ഇൻകം കിട്ടാൻ, റിസ്ക് ഒക്കെ കുറച്ചുകൊണ്ട്, റിസ്ക് കുറയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്, റിസ്ക് കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇൻകം കിട്ടാം, മാക്സിമം ഇൻകം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡെറിവേറ്റീവ്സ്. Further, derivative trading enhances liquidity position by reducing transaction cost. നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ ആക്ച്വൽ ഡെലിവറി നടക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ നമ്മൾ പറഞ്ഞിരുന്നു ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ചിലവാകാതിരിക്കുകയാണ്, അപ്പോൾ അത്രയും പൈസ നമുക്ക് എന്ത് ചെയ്യും, ബിസിനസ്സിൽ യൂസ് ചെയ്യാനായിട്ട് കിട്ടും. അതുകൊണ്ടാണ് പറയുന്നത് ഡെറിവേറ്റീവ് ട്രേഡിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റീനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻകം, അതായത് നമുക്കൊരു ട്രാൻസാക്ഷൻ കോസ്റ്റ് അഥവാ ട്രാൻസാക്ഷൻ എക്സ്പെൻസ് ഇല്ല, അപ്പോൾ ആ കൊടുക്കേണ്ട എക്സ്പെൻസ് ബിസിനസ്സിൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ദിസ് ഹെൽപ്പ് ടു ജനറേറ്റ് മാക്സിമം ഇൻകം. ക്ലിയർ. അപ്പോൾ ചെറിയ ചെറിയ പോയിൻറ്റ്സുകളും ചെറുതായിട്ട് തന്നെയാണ് അതിനകത്ത് 1-2 സെൻറ്റൻസുകളെ ഓരോന്നിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് നെക്സ്റ്റ് യൂസ് പറയണത്, ദാറ്റ് ഈസ് ട്രേഡിംഗ് എഫിഷ്യൻസി. ഡെറിവേറ്റീവ് ട്രേഡിംഗ് എൻകറേജസ് ലാർജ് നമ്പർ ഓഫ് പ്ലെയേഴ്സ് ഇൻ ദ മാർക്കറ്റ്. അതായത് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ ഒരുപാട് ആളുകൾ ഈ ഒരു ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതിനാലോചിക്കുക, ഒരുപാട് പേര് ആ ഒരു ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ ട്രേഡിങ്ങിൻ്റെ വോളിയം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദിസ് ഫെസിലിറ്റേറ്റ് ഡിസെമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ഫിനാൻഷ്യൽ, കമോഡിറ്റി ആൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് ട്രേഡ് ചെയ്യുമ്പം എന്താണ് എല്ലാം കൂടുതൽ നടക്കില്ല. അപ്പോൾ കൂടുതൽ നടക്കുമ്പോൾ ഇൻഫർമേഷൻസ്, അതായത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ സംബന്ധിച്ചായാലും കമേഴ്ഷ്യൽ ആയാലും ഡെറിവേറ്റീവ് അങ്ങനത്തെ ആയാലും ശരി, ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസെമിനേറ്റ് ചെയ്യാന്നുള്ള, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള മീനിങ്. ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യും, എല്ലാ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് തന്നെ എത്തിക്കും അല്ലെങ്കിൽ എത്തിച്ചേരും. ദസ് ഡെറിവേറ്റീവ് സെർവ് ആസ് എ ബാരോമീറ്റർ എന്നാണ് പറയുന്നത് ഓഫ് ദ ഫ്യൂച്ചർ ട്രെൻഡ്സ് ഇൻ പ്രൈസ്. ബാരോമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അത് ദാറ്റ് ഈസ് മെഷർ ചെയ്യുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഡെറിവേറ്റീവ് നോക്കിയാൽ അറിയാം എങ്ങനെയാണ്, വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ട്രെൻഡ്, മാർക്കറ്റിലെ ഫ്യൂച്ചർ ട്രെൻഡ് എന്താ. കാരണം ഒരുപാട് ട്രേഡിംഗ് നടക്കുന്നുണ്ട്, അപ്പോൾ അത് അറിയാനായിട്ട് ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അതാണ് പറയുന്നത്, അങ്ങനെ ചെയ്യുമ്പോൾ ട്രേഡിങ്ങിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു, കൂടുന്നു. And this result in the discovery of new prices both on the spot and future market. On the spot എന്താണ്, സ്പോട്ട് അവിടെ തന്നെ അല്ലേ. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വരുന്ന മാർക്കറ്റിലാണെങ്കിലും ശരി, പുതിയ പ്രൈസസ്, ട്രെൻഡ്സുകൾ അറിയല്ലേ, ആ പുതിയ പ്രൈസുകൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ ഡിസ്കവർ ചെയ്യാനായിട്ട് ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് വേ കോമ്പറ്റേറ്റീവ് ട്രേഡിംഗ് ഈസ് എൻകറേജ്ഡ്, price fluctuations are smoothened out and market efficiency is improved. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പറ്റേറ്റീവ് ട്രേഡിംഗ്. അപ്പോൾ ഒരുപാട് ആളുകൾ വരുമ്പോൾ ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ വിൽ ഇൻക്രീസ് എന്നുള്ളത് കറക്റ്റ് തന്നെയാണ്. കോമ്പറ്റീഷൻ ട്രേഡിംഗ് എൻകറേജ് ചെയ്യും. പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, അപ്പോൾ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. ആൻഡ് ആസ് എ റിസൾട്ട് മാർക്കറ്റിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു, കൂടും. അപ്പോൾ ട്രേഡിംഗ് എഫിഷ്യൻസി കൂട്ടാനും ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അല്ല അതിൻ്റെ വൺ ഓഫ് ദി യൂസസ് ആയിട്ട് നമുക്ക് പറയാം. ആൻഡ് ദി ഫോർത്ത് ഈസ് അച്ചീവ്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾ. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു ഗോൾ ഉണ്ട് അല്ലേ. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ഹാവ് എ ക്ലിയർ കട്ട് ഗോൾ ഉണ്ടാവും, എന്തിനാണ് നിങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദറ്റ് വി വിൽ ഗെറ്റ്, അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ്, യു വിൽ ഗെറ്റ് സം റിട്ടേൺ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ദ ഇൻവെസ്റ്റേഴ്സ്, traders and managers of large pools of funds, അതായത് ഒരുപാട് പൈസയുള്ള അവരുടെ കയ്യിൽ നിന്ന് to devise strategies so as to achieve investment goals. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള എന്താണ്, നല്ല സ്ട്രാറ്റജീസ്, ഈ ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നല്ല സ്ട്രാറ്റജീസ് ഡിവൈസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ആയാലും ശരി, അതായത് അവർക്ക് റിട്ടേൺ കിട്ടണം. ആ റിട്ടേൺ കിട്ടുക എന്നുള്ളതായിരിക്കാം അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വൺ ഓഫ് ദ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ റിട്ടേൺ കിട്ടുക എന്നുള്ളത് തന്നെയാണ് അല്ലേ. വെറുതെ ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ ആർക്കും കൊടുക്കില്ല, ഐ ഹാവ് ടു ഗെറ്റ് എ ഫെയർ റിട്ടേൺ ഓൺ ഇറ്റ്. അപ്പോൾ അതിന് ഡെറിവേറ്റീവ്സ് ഇൻവെസ്റ്റേഴ്സിനെ ആയാലും ട്രേഡേഴ്സിനെ ആയാലും മാനേജേഴ്സിനെ ആയാലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ആൻഡ് ദി ഫിഫ്ത്ത് ഈസ് റെഡ്യൂസ്ഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. അല്ലെ, നമ്മൾ പറഞ്ഞു ആക്ച്വൽ ഡെലിവറി നടക്കാത്തതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവാണെന്ന്. സംടൈംസ് ഡെറിവേറ്റീവ്സ് പ്രൊവൈഡ് എ ലോവർ കോസ്റ്റ് വേ ടു undertake a particular financial transaction. For example, the manager of a mutual fund may wish to sell stock and buy bonds. Using the derivatives may result in lower transaction cost than actually selling stocks and buying bonds. നമ്മൾ ആക്ച്വലായിട്ട് നടക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ്സ് അല്ലാതെ ശരിക്കും ഇതിൻ്റെ വിക്കൽ വാങ്ങൽ നടക്കുകയാണെങ്കിൽ കൈമാറ്റം ഇവിടെ ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് ഒരുപാട് ചിലപ്പോൾ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻ കോസ്റ്റ്, അതിൻ്റെ പ്രോസസ്സിങ് ചാർജും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതിൽ ഒരു ഡെറിവേറ്റീവ്സിലാകുമ്പോൾ അങ്ങനെയുള്ള ആക്ച്വൽ ഡെലിവറി നടക്കാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്, ആക്ച്വലായിട്ടൊരു സ്റ്റോക്ക് വിൽക്കുകയും ചിലപ്പോൾ നമുക്ക് സ്റ്റോക്ക് വിറ്റിട്ട് ഡെറ്റ്, അതായത് ഷെയർസ് വിറ്റ് ഡിബഞ്ചർ വാങ്ങിക്കണം എന്ന് തോന്നും. അതാണ് അവിടെ പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന മാനേജേഴ്സിനാണെങ്കിൽ ഇത് ഡെറിവേറ്റീവ്സ് എന്നുള്ളതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ആക്ച്വൽ ഇതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറഞ്ഞില്ലേ, അത് അതിൻ്റേതായിട്ടുള്ള ചില പ്രോസസ്സിങ് ചാർജുകളും ചില ബാങ്കിൽ അടക്കേണ്ട ചില കമ്മീഷൻസും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂട്ടും. ഇതിന് ഈ ഡെറിവേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അതില്ലാതെ തന്നെ നടക്കാം. അതുകൊണ്ടാണ് പറയുന്നത് റെഡ്യൂസ്ഡ് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഓക്കെ, ആൻഡ് ദി നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ എപ്പോഴും നമ്മൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നവർ ആ ഒരു കോൺസെപ്റ്റിൽ എടുക്കുക എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. എന്നാ അതുകൊണ്ടാണ് നമ്മൾ റീ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊന്ന് ഒരു സാധനത്തെ വീണ്ടും ഒന്ന് മോടി പിടിപ്പിക്കാൻ അല്ലെങ്കിൽ വീണ്ടും അതിനൊന്ന് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞത്. നൗ ഈ ഡേയ്സ് ബിസിനസ് എൻവയൺമെൻറ്റ് ഈസ് ചേഞ്ചിങ് ഫാസ്റ്റ്. അല്ലേ, നമുക്കറിയാം ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് ഡൈനാമിക് ഇൻ നേച്ചർ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഹെൻസ് ടുഡേയ്സ് ബിസിനസ് വേൾഡ് ഈസ് വെരി കോംപ്ലക്സ്. അല്ലേ, എപ്പോഴും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കോംപ്ലക്സിറ്റി നിറഞ്ഞതാണ്. ടു മാനേജ് ദ കോംപ്ലക്സിറ്റി ഫിനാൻഷ്യൽ എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് ന്യൂ എക്സോട്ടിക് ഡെറിവേറ്റീവ്സ്. എക്സോട്ടിക് എന്നുള്ളത് അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഇതിൽ തന്നെ ബ്രാക്കറ്റ് എഴുതില്ല ഹൈബ്രിഡ്. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് എന്താണ് ഹൈബ്രിഡ് എന്ന് പറയണത് അല്ലേ. നമ്മളൊരു ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് റോസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഹൈബ്രിഡ് വെറൈറ്റി ഓഫ് എന്തെങ്കിലും ഹൈബ്രിഡ് ഉണ്ടാക്കാമെന്ന് പറയില്ലേ, അത് രണ്ടെണ്ണം കൂട്ടിച്ചേർത്തൊരു പുതിയത് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള അതുകൊണ്ട് ആ കോംപ്ലക്സിറ്റീസ് ഈ റിസ്ക് കൂടും. കോംപ്ലക്സിറ്റീസ് ഉണ്ടെങ്കിൽ റിസ്ക് കൂടുതലുണ്ടായിരിക്കാം. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാനായിട്ട് ഫിനാൻഷ്യൽ എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും പുതിയ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ദിസ് ഇസ് ഡൺ ബൈ കമ്പൈനിങ് 2 or more derivatives to find a better financial solution. ഇതെങ്ങനെ ചെയ്യണത്? ഓൾറെഡി ഉള്ള 2, 4 അല്ലെങ്കിൽ 2, 3 ഡെറിവേറ്റീവ്സുകളെ കമ്പൈൻ ചെയ്തിട്ട് അതിൽ നിന്ന് പുതിയത് ഒരെണ്ണം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും വേറെണ്ണത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസുകളും ഒരെണ്ണത്തിൻ്റെ അഡ്വാൻറ്റേജസും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പുതിയ ഒരെണ്ണം ഉണ്ട്. അതായത് ഈ ഫിനാൻഷ്യൽ സൊല്യൂഷൻ അതിന് കാണണം, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ്. Clear. അപ്പോൾ these are all the uses അഥവാ needs or importance of financial derivatives. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന്, it is used to manage the risk, it helps to generate income, it increases the trading efficiency, it helps to achieve the investment goals, it reduces transaction cost, and it also helps in financial engineering. Clear ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ ടോപ്പിക് ദാറ്റ് ഈസ് നിങ്ങളുടെ സിലബസ് ടോപ്പിക്കാണ്. നമുക്ക് ഫംഗ്ഷൻസ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ എക്കണോമിക് ഫംഗ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ്. അപ്പോൾ നിങ്ങളുടെ സിലബസ് പ്രകാരം നോക്കിയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ദർ ഇസ് ഒരു ഹെഡിങ് ഉണ്ട്, ഫങ്ഷൻസ്, മീനിങ് ആൻഡ് ഫങ്ഷൻസ് എന്നാണ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ മീനിങ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ളത് നമ്മുടെ സിലബസ് ടോപ്പിക്കാണ്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് വാട്ട് ആർ ദ ഫങ്ഷൻസ് അഥവാ ഇക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ്. ഒരുപാട് എക്കണോമിക് ഫങ്ഷൻസുകളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. അതിൽ ഫസ്റ്റ്, അപ്പോൾ അത് യൂസസ് പഠിച്ചിട്ട് ഇത് പഠിച്ചാൽ എളുപ്പമാണ്. ആ യൂസസിൽ പറഞ്ഞിട്ടുള്ള സെയിം പോയിൻറ്റ്സുകളൊക്കെ തന്നെയാണ് ഫങ്ഷൻസിലും പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ യൂസ് ആയിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിന് റിസ്ക് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. ദിസ് ഇസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഡെറിവേറ്റീവ്. ഒരു ഡെറിവേറ്റീവിൻ്റെ ഏറ്റവും പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ് ഹെഡ്ജിങ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് തന്നെയാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്നുള്ളത് തന്നെയാണ്. ഡെറിവേറ്റീവ്സ് ഷിഫ്റ്റ് ദ റിസ്ക് ഫ്രം ബയർ ഓഫ് ദ ഡെറിവേറ്റീവ് പ്രോഡക്ട്സ് ടു ദ സെല്ലർ. ഡെറിവേറ്റീവ്സ് എന്താ ചെയ്യുന്നത്? ഡെറിവേറ്റീവ്സ് ഷിഫ്റ്റ് ദ റിസ്ക് ഫ്രം ദി ബയർ ഓഫ് ദി ഡെറിവേറ്റീവ് പ്രോഡക്ട്സ് ടു സെല്ലർ. ബയറിൽ നിന്ന് ആ റിസ്ക് ആരിലേക്ക് കൊണ്ടുപോകുന്നു? സെല്ലറിലേക്ക് ആ റിസ്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതാണ് ഡെറിവേറ്റീവ്സിൻ്റെ ഒരു
ഫങ്ഷനായിട്ട് നമുക്ക് പറയാവുന്നത്. ദസ് ഡെറിവേറ്റീവ്സ് ആർ വെരി ഇഫക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ് ടൂളിൽ വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാവുന്നൊരു സംഭവമാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മയിലേക്ക് വരേണ്ടത് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ട് റിസ്ക് മാനേജ് ചെയ്യാമെന്നുള്ളതാണ്. ആൻഡ് വേൾഡിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഓൾമോസ്റ്റ് ഒരു 500 ലാർജസ്റ്റ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, ദേ ആർ യൂസിങ് ഡെറിവേറ്റീവ്സ് ടു ലോവർ ദി റിസ്ക് കുറയ്ക്കാനായിട്ട് മൊത്തം ലോകം മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ 500ഓളം ലാർജ് കമ്പനികൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റിസ്ക് റിഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ദി സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് പ്രൈസ് ഡിസ്കവറി ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് പ്രൈസ് ഡിസ്കവറി ഫംഗ്ഷൻ? This refers to the ability to achieve and disseminate price information. എന്താണ് ഈ ഫംഗ്ഷനിൽ ചെയ്യണത്? എബിലിറ്റി ടു അച്ചീവ് ആൻഡ് ഡിസെമിനേറ്റ് പ്രൈസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ എന്ത് ചെയ്യുക, അച്ചീവ് ചെയ്യുക, അതായത് സെലക്ട് ചെയ്യുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക, ഡിസെമിനേറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൻ്റെ കാരണം ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രൈസ് എല്ലാവരും അറിഞ്ഞിരിക്കണം, അപ്പോഴാണ് ഒരു ട്രാൻസ്പാരൻറ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് നടക്കുള്ളൂ. അതാണ് വൺ ഓഫ് ദ ഫംഗ്ഷൻ ഓഫ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് വിത്തൗട്ട് പ്രൈസ് ഇൻഫർമേഷൻ ഇൻവെസ്റ്റേഴ്സ്, കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് cannot make informed decisions. അല്ലേ, നമുക്കൊരു കാര്യത്തിൻ്റെ പ്രൈസ്, നമ്മളൊരു കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിലും വില അറിയാതെ നമ്മൾ വാങ്ങിക്കില്ല. പിന്നെ അത്രയും അത്യാവശ്യമുള്ള സാധനമാണ്, നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ്, നമുക്ക് നമ്മുടെ നീഡ് അനുസരിച്ച് നമ്മൾ ചിലപ്പം ചോദിക്കാതെ തന്നെ നമ്മളത് വാങ്ങാം. എന്നാലും നമ്മൾ ചോദിക്കും എന്താ വില എന്നുള്ളത് ചോദിക്കും അല്ലേ. അപ്പോൾ ആ പ്രൈസ്, അതിനെക്കുറിച്ചുള്ള നമുക്ക് പ്രൈസ് അറിഞ്ഞാലേ നമ്മളതിൻ്റെ ഫർദറിലേക്ക്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്, കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചും പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ച് പറയുന്നത്. അവർക്ക് ഈ പ്രൈസ് ഇൻഫർമേഷൻ ഇല്ല എങ്കിൽ അവിടെ ട്രേഡിംഗ് കാര്യമായിട്ട് നടക്കില്ല, ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കില്ല. ദേ കനോട്ട് ഡയറക്റ്റ് ദെയർ ക്യാപിറ്റൽ ടു എഫിഷ്യൻറ്റ് യൂസസ്. അങ്ങനെയാണെങ്കിൽ അവരെന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യില്ല. അവർ പ്രൈസ് അറിയാതെ അവർ ആ ഒരു നമ്മൾ പറയില്ല ആ ഒരു ട്രേഡിങ്ങിലേക്ക് അവർ ഇറങ്ങില്ല. അപ്പോൾ അവിടെ എഫിഷ്യൻറ്റ് യൂസ് അവർ നടക്കുന്നില്ല. ഡെറിവേറ്റീവ്സ് ആർ എക്സെപ്ഷണലി വെൽ സ്യൂട്ടഡ് ഫോർ പ്രൊവൈഡിങ് പ്രൈസ് ഇൻഫർമേഷൻ. കാരണം നമ്മൾ പറഞ്ഞു ലാർജ് ട്രേഡിംഗ് നടക്കുന്നുണ്ട്, ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലേ, അതുകൊണ്ട് തന്നെ ഡിസെമിനേഷൻ ഓഫ് ഇൻഫർമേഷൻസ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഡെറിവേറ്റീവ്സിനെ എക്സെപ്ഷണലി നമ്മൾ വേറെ ഏത് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇൻഫർമേഷൻ കൊടുക്കാനായിട്ട് ദ ബെസ്റ്റ് എന്നാണ് ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറയുന്നത്. ദേ ആർ ദ ടൂൾസ് ദാറ്റ് അസിസ്റ്റ് എവ്രി വൺ ഇൻ ദ മാർക്കറ്റ് പ്ലേസ് ടു ഡിറ്റർമിൻ വാല്യൂ. ഒരു മാർക്കറ്റ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഏറ്റവും നല്ല, അല്ലെങ്കിൽ അത് അറിയുന്നതിന് വേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന നല്ലൊരു ടൂളാണ് ഇത്, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു വരുമ്പോൾ പ്രൈസ് ഡിസ്കവറി നടത്തി കൊടുക്കുക എന്നുള്ള ഫംഗ്ഷൻ ഇത് ചെയ്യുന്നുണ്ട്. ദ വൈഡർ ദ യൂസ് ഓഫ് ഡെറിവേറ്റീവ്സ് ദ വൈഡർ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൈസ് ഇൻഫർമേഷൻ. അതായത് നമ്മൾ എത്രമാത്രം ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഫോർ എന്തിനാണ് ഹെഡ്ജിങ് ദ റിസ്ക് എന്നാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ, ചെയ്യുന്നു അത്രയും എന്ത് ചെയ്യുന്നു, പ്രൈസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസുകൾ ഡിസെമിനേറ്റ് ചെയ്യാനായിട്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ആൻഡ് ദി തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ലിക്വിഡിറ്റി ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ലിക്വിഡിറ്റി ഫംഗ്ഷൻ? അപ്പോൾ നമ്മൾ ലിക്വിഡിറ്റിയെ കുറിച്ച് എപ്പോഴും പറഞ്ഞതാണ്, ലിക്വിഡിറ്റി എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കയ്യിൽ, അതായത് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് കടക്കാർക്ക് പൈസ കൊടുത്തെടുക്കാനുള്ള കഴിവ്, അതായത് കയ്യിൽ കാശുണ്ടാകുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. വിച്ച് ക്യാൻ ഈസിലി ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, അതാണ് ലിക്വിഡിറ്റി അസറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫംഗ്ഷനും കൂടി ഏത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ലെറ്റ് us ഡിസ്കസ് എന്താണ് ഡെറിവേറ്റീവ്സ് കോൺട്രാക്ട് ഇംപ്രൂവ് ദ ലിക്വിഡിറ്റി ഓഫ് ദി അണ്ടർലൈങ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്താണ് അണ്ടർലൈങ് അസറ്റ് എന്നുള്ളതൊന്ന് റിക്കലക്റ്റ് ചെയ്യാനുള്ള സമയമാണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക എന്താണ് അണ്ടർലൈങ് അസറ്റ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റി? ഓക്കെ, അണ്ടർലൈങ് ഇൻസ്ട്രുമെൻസിൻ്റെ, അതായത് ആ അണ്ടർലൈങ് അസറ്റ് എന്താണോ അതിൻ്റെ ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ദേ പ്രൊവൈഡ് ബെറ്റർ അവന്യൂസ് ഫോർ റേസിങ് മണി. അതായത് ഡെറിവേറ്റീവ്സ് നമുക്ക് ഒരുപാട് വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ബെറ്റർ അവന്യൂസ് എന്ന് പറഞ്ഞാൽ ബെറ്റർ വേസ് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഒന്നുകൂടി ഒരുപാട് വഴികൾ, അതായത് എങ്ങനെയാണ് നമുക്ക് മണി റേസ് ചെയ്യാം അതിനെക്കുറിച്ച് ഡെറിവേറ്റീവ്സ് ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. ദേ കോൺട്രിബ്യൂട്ട് സബ്സ്റ്റാൻഷ്യലി ടു ഇൻക്രീസിങ് ദ ഡെപ്ത് ഓഫ് ദി മാർക്കറ്റ്. അതായത് നമുക്ക് ആ മാർക്കറ്റിൻ്റെ ഡെപ്തിലേക്ക് പോയിട്ട് എന്താണ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് ആർ ഓഫൺ ഹാവ് ഗ്രേറ്റർ ലിക്വിഡിറ്റി
ദാൻ ദി സ്പോട്ട് മാർക്കറ്റ്. സ്പോട്ട് മാർക്കറ്റിനേക്കാൾ ഡെറിവേറ്റീവ് എപ്പോഴും ഫ്യൂച്ചർ എന്നുള്ളതാണല്ലേ, സ്പോട്ട് തന്നെ അപ്പോൾ നടക്കുന്നത്. ആ സ്പോട്ട് മാർക്കറ്റിനേക്കാൾ കൂടുതൽ ലിക്വിഡിറ്റി ഏതിനാണ് ഉണ്ടാകുക? ഡെറിവേറ്റീവ് മാർക്കറ്റ്സിനാണ് ഉണ്ടായിരിക്കാം. ദ ഹയർ ദ ലിക്വിഡിറ്റി, ദിസ് ഹയർ ലിക്വിഡിറ്റി ഈസ് അറ്റ്ലീസ്റ്റ് പാർട്ട്ലി ഡ്യൂ ടു ദി സ്മോളർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഡെറിവേറ്റീവ് മാർക്കറ്റ്. അപ്പോൾ ഈ ഒരു ഹൈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് ഇതുകൊണ്ടായിരിക്കാം. എന്താണ്, അതായത് നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമുക്ക് എന്താ പറയുക, അവിടെ ഒരു ഭാഗമാകണമെങ്കിൽ, അവിടെ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റ് മണിയൊന്നും ആവശ്യമില്ല. സ്മോളർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ആവശ്യമുള്ളൂ. സ്മോളർ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ഹയർ ലിക്വിഡിറ്റി പൊസിഷൻ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സിൻസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഈസ് ലെസ്, മോർ പാർട്ടിസിപ്പൻസ് വിൽ ഓപ്പറേറ്റ് എന്ന മാർക്ക്. കണ്ടോ, ക്യാപിറ്റൽ കുറച്ച് മതി, അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്നില്ല ഫണ്ട്. അപ്പോൾ കുറച്ച് ഫണ്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ പോകാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതിലേക്ക് പാർട്ടിസിപ്പേഷനിലേക്ക് വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സിൻസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ഈസ് ലെസ്, മോർ പാർട്ടിസിപ്പൻസ് വിൽ ഓപ്പറേറ്റ് ഇൻ ദ മാർക്കറ്റ്. ദിസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോർ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, വോളിയൂം ഓഫ് ട്രേഡ് കൂട്ടുന്നു. ആൻഡ് ട്രേഡ് കൂടുമ്പോൾ അത്രയും കണ്ട് ട്രേഡിങ് നടക്കുകയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് അല്ലേ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ലിക്വിഡിറ്റി കൂടുന്നു. കയ്യിൽ പൈസയുള്ള അവസ്ഥയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ദിസ് ലീഡ്സ് ടു ഇൻക്രീസ്ഡ് വോളിയൂം ഓഫ് ട്രേഡ് ആൻഡ് ലിക്വിഡിറ്റി. ക്ലിയർ. അപ്പോൾ അതാണ് ലിക്വിഡിറ്റി ഫങ്ഷനിൽ പറയുന്നത്. ക്ലിയർ. ആൻഡ് ദി നെക്സ്റ്റ് ഫങ്ഷൻ പറയണതാണ് ദാറ്റ് ഈസ് എഫിഷ്യൻസി ഫങ്ഷൻ. നമ്മൾ ഇതൊക്കെ സംവാട്ട് സെയിം ആസ് ദാറ്റ് ഓഫ് ദി നമ്മൾ പഠിച്ചിട്ടുള്ള യൂസസ് പഠിച്ചില്ലേ, അതിൽ തന്നെ നമ്മൾ ട്രേഡിംഗ് എഫിഷ്യൻസി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നതാണ് എഫിഷ്യൻസി ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസസ് മാർക്കറ്റ് ലിക്വിഡിറ്റി. നമ്മൾ പറഞ്ഞു ലിക്വിഡിറ്റി കൂട്ടുന്നുണ്ട്. ആസ് എ റിസൾട്ട്, അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് എന്താണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് ലോവർ ചെയ്യുന്നു. ട്രാൻസാക്ഷൻ കോസ്റ്റ് ലോവർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ ബിസിനസ്സിന് കിട്ടുന്നു. ആ പൈസയും കൂടി ബിസിനസ്സിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് കൂടുന്നു, ദ എഫിഷ്യൻസി ഇൻ ഡൂയിങ് ബിസിനസ് ഈസ് ഇൻക്രീസ്ഡ്. ബിസിനസ് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി കൂടുന്നു. ദ കോസ്റ്റ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എക്സ്പാൻഡഡ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ചിലവിന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ലാഭിച്ച പൈസ നമുക്ക് അതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ കിട്ടുന്നു, കൂടുതൽ ഭംഗിയായിട്ട് ബിസിനസ് നടത്താനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ദ എഫിഷ്യൻസി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ. അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസുകൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു റിസ്ക് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ, അത് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ ഒരു ഫംഗ്ഷനാണ്. പിന്നെ പ്രൈസ് ഡിസ്കവറിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ആസ് എ ലിക്വിഡിറ്റി ഫംഗ്ഷനായിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഒരു എഫിഷ്യൻസി ഫംഗ്ഷനാണെന്നും പറഞ്ഞു. ഓക്കെ, ഞാൻ ചെറിയ ക്ലാസ്സുകളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരുന്നത്. ആൻഡ് നമുക്കിതിൻ്റെ 2 പോയിൻറ്റും കൂടി ഡിസ്കസ് ചെയ്ത് പോകേണ്ടത്, അതും കൂടി നമുക്ക് നോക്കി വെക്കാം. എന്താണ്, ദാറ്റ് ഈസ് നെക്സ്റ്റ് ഫംഗ്ഷൻ പറയുന്നത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഞാൻ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവരുത്. അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നതും ഡെറിവേറ്റീവ്സിൻ്റെ വൺ ഓഫ് ദി ഫംഗ്ഷനാണ്. ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ഇൻ എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. കാരണം എന്താണ്, വിത്ത് എ സ്മോളർ ഫണ്ട് അറ്റ് ഡിസ്പോസൽ ബെറ്റർ ഡൈവേഴ്സിഫിക്കേഷൻ ക്യാൻ ബി അച്ചീവ്ഡ്. അതായത് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ്സ് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞല്ലോ സ്മോളർ ഫണ്ട് എനിക്ക് ആവശ്യമുള്ളൂ, നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തുകൊണ്ട് ഒന്നുകൂടി നല്ല ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് എന്താണ്, നമ്മൾ സാധാരണ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുക. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്ന് പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഒന്നുകൂടി ബെറ്റർ ഡൈവേഴ്സിഫിക്കേഷൻ അച്ചീവ് ചെയ്യാം. ഡെറിവേറ്റീവ്സ് പ്രൊവൈഡ് മച്ച് വൈഡർ മെനു. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ വന്നു, പല ടൈപ്സ് ഓഫ് ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നു. ഡെറിവേറ്റീവ്സ് പ്രൊവൈഡ് മച്ച് വൈഡർ മെനു ടു പോർട്ട്ഫോളിയോ മാനേജേഴ്സ് ഹു കോൺസ്റ്റൻ്റ്ലി സീക്ക് ബെറ്റർ റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫ്. അപ്പോൾ ഇതിൽ ഈ പോർട്ട്ഫോളിയോയിലേക്ക് പോകുന്നത് തന്നെ ഞാനൊരു 1 ലാഖിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു കേട്ടോ. എന്ന് പറയുന്നത് തന്നെ നമുക്ക് റിസ്ക് കുറച്ചുകൊണ്ട് റിട്ടേൺ കൂടുക എങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓരോ അസറ്റുകളിലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാറ്റി നടത്തും. അപ്പോൾ ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ചെയ്യാനുള്ള അസറ്റുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ പോർട്ട്ഫോളിയോ മാനേജേഴ്സിന് എന്ത് ചെയ്യാം, റിസ്ക്കും റിട്ടേണും തമ്മിൽ ഒരു സെറ്റ് ഓഫ് ചെയ്തുകൊണ്ട്, കാരണം റിസ്ക് കൂടുകയാണെങ്കിൽ റിട്ടേൺ കുറയും, റിസ്ക് കൂടിയ റിട്ടേൺ കൂടുന്നതാണ് നമ്മൾ പറയുക. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഏത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫംഗ്ഷനാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. ആൻഡ് 6th ഫംഗ്ഷൻ ഈസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ. ഇതാണ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രൈറ്റ്
creative, well-educated people with an entrepreneurial attitude will be attracted towards the derivative market. എന്താണ്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, നല്ല ക്രിയേറ്റീവ്, അതായത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് ഇന്നത്തെ കാലത്ത് ഈ ഡെറിവേറ്റീവ്. അതും ഒരു എൻ്റർപ്രണറിയൽ ആറ്റിറ്റ്യൂഡ്. എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെ, സ്വന്തമായി ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ എൻ്റർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലേക്ക് ഇങ്ങനെയുള്ള ആളുകൾ കടന്നു വരുന്നുണ്ട്. ഡെറിവേറ്റീവ് മാർക്കറ്റ്സ് എനർജൈസ് അതേഴ്സ് ടു ക്രിയേറ്റ് ന്യൂ ബിസിനസ്സസ്, ന്യൂ പ്രോഡക്ട്സ് ആൻഡ് ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. കണ്ടോ, ഡെറിവേറ്റീവ് മാർക്കറ്റ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ട്, പുതിയ പുതിയ പ്രോഡക്ട്സുകൾ, അതുകൊണ്ട് ഒപ്പം തന്നെ പുതിയ ബിസിനസ്സുകൾ വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും ഇല്ലേ. അതൊക്കെ ദാറ്റ് ഈസ് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലിവിങ് സ്റ്റാൻഡ് ഓഫ് ദ പീപ്പിൾ കൂടും, കുറച്ച് ആളുകൾക്ക് കൂടുതൽ ജോലി കിട്ടുന്നു. അപ്പോൾ അത് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ദി ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതാണ് പറയുന്നത്. ഡെറിവേറ്റീവ് മാർക്കറ്റ് ഹെൽപ്സ് ഇൻക്രീസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ലോങ് റണ്ണിൽ സേവിങ്സ് കൂട്ടി, അതേസമയം അതിനോടൊപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് ഒരു ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടാനായിട്ട് ഡെറിവേറ്റീവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഡെറിവേറ്റീവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ക്യാൻ ഓൾസോ, കാരണം നമ്മൾ ഈ പറഞ്ഞ തന്നെ ആലോചിച്ചാൽ മതി, പുതിയ പുതിയ ബിസിനസ്സുകൾ, പുതിയ പുതിയ പ്രോഡക്ട്സുകൾ, പുതിയ പുതിയ ജോലി സാധ്യതകൾ ആളുകൾക്ക് കിട്ടുന്നു. അത് ലീഡ്സ് ടു ഇക്കണോമിക് ഡെവലപ്മെൻറ്റിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ദീസ് ആർ ഓൾ ദി എന്താണ്, അപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്ത ഫങ്ഷൻസ് എന്ന് പറഞ്ഞെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്, ഒന്ന് എഫിഷ്യൻസി ഫംഗ്ഷൻ പറഞ്ഞു, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ പറഞ്ഞു, ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫംഗ്ഷൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇൻ ടുഡേയ്സ് ക്ലാസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് 6 പോയിൻറ്റ്സ് അല്ലേ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിലേറ്റഡ് ടു യൂസസിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് വി ഓൾസോ ഡിസ്കസ്ഡ് അബൌട്ട് ദി ഇക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് പറഞ്ഞു. ആൻഡ് വി ഹാവ് ഡിസ്കസ്ഡ് 6 പോയിൻറ്റ്സുകൾ, എന്താണ് 6 ഫങ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോപ്പ് യു ഗോട്ട് ഇറ്റ് അല്ലേ, നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇനി ഇതിൻ്റെ ഒരു ക്രിറ്റിസിസംസും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.